ചോറുണ്ടോ? ഈ ചോറ് കഴിക്കുന്ന അരി എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്കറിയോ? കർഷകർ പാടത്ത് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണ് നെല്ല്. ഈ നെല്ല് എങ്ങനെയാണ് അരിയാവുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ മുത്തശ്ശന്റെ വീട്ടിലാണ് ഉള്ളത്. ഇവിടെ നെൽകൃഷിയുണ്ട്. അരി ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നെല്ല് പുഴുങ്ങണം. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ആയ കാലം മിനിമം 10 മണിക്കൂറെങ്കിലും വെള്ളത്തിലിടണം. ഇപ്പോൾ ഈ വർഷത്തെ ആണെങ്കിൽ നമ്മൾക്ക് നേരിട്ട് പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ച് നെല്ല് പുഴുങ്ങിയെടുക്കാം. ഇനി നമുക്ക് തീ കുറയ്ക്കാം. നെല്ലിന്റെ ഉള്ളിടാം. ചാക്ക് എന്തിനാണ് അഞ്ചെണ്ണെന്ന് നിങ്ങൾക്ക് അറിയോ? അടിയത്തെ നെല്ല് നന്നായി വെന്തിട്ടുണ്ടാവും. ഇനി മുകളിലത്തെയും കൂടി പുഴുകി വെന്ത് കിട്ടാനാ. നെല്ല് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അണങ്ങാൻ കൊണ്ടിടാം. നമ്മൾ നെല്ല് വെക്കാൻ നെല്ല് പഴത്തിടാണ്. നല്ല ചൂടാണ്, അതുകൊണ്ട് കൈകൊണ്ട് പരത്താൻ പറ്റില്ല. അപ്പോൾ മുത്തച്ഛൻ ഇതുകൊണ്ടാണ് പരത്തുന്നത്. നെല്ല് ഉണങ്ങിയിട്ടുണ്ട്. നെല്ല് കുത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മില്ലിലേക്ക് പോവാം. അപ്പം മില്ലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ച് നെല്ല് എങ്ങനെയാണ് അരിയാവുന്നതെന്ന് നമുക്ക് നോക്കാം. എനിക്ക് നെല്ലിട്ടപ്പോ കണ്ടില്ലേ അരിയും തവിടും വേർതിരിഞ്ഞു വരുന്നത്. നമുക്ക് നെല്ല് അരിയായി കിട്ടിയിരിക്കുന്നു. ഇത്രയൊക്കെ പ്രോസസ്സുകൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് ചോറ് കിട്ടുന്ന അരി ലഭിക്കുന്നത്.